തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നതിലൂടെ ആളുകൾ എന്താണ് നേടുന്നത്? വൈകാരികമായ പ്രതികരണമാണോ അവർക്ക് വേണ്ടത്? അതോ ആശയക്കുഴപ്പമല്ലെങ്കിൽ അവിശ്വാസം സൃഷ്ടിക്കുകയാണോ? നമ്മുടെ സുഹൃത്തുക്കളും കുടുംബത്തിലെ അംഗങ്ങളും പോലും ഇത്തരം തെറ്റായ വിവരങ്ങൾ ഷെയർ ചെയ്തേക്കാം. അവരുടെ ഉദ്ദേശം നല്ലതായിരിക്കും, പക്ഷേ ഇവയുടെ സത്യാവസ്ഥ അവർ മനസ്സിലാക്കണമെന്നില്ല. യുവ മലയാളം നടൻ നസ്ലീൻ പ്രധാനമന്ത്രിക്കെതിരെ സംസാരിക്കുന്ന പോസ്റ്റ് പ്രചരിച്ചത് ഓർക്കുന്നുണ്ടോ? അത് താൻ എഴുതിയതല്ലെന്നും പൂർണ്ണമായും ഫേക്ക് ആണെന്നും നസ്ലീൻ സോഷ്യൽ മീഡിയയിലൂടെ പിന്നീട് വിശദമാക്കി. നിങ്ങളുടെ സുഹൃത്ത് ഇത്തരത്തിലുള്ള ഒരു വ്യാജ വീഡിയോ പോസ്റ്റ് ചെയ്തെന്ന് കരുതുക. നിങ്ങൾ എന്ത് ചെയ്യും? ആദ്യം ഇത് തെറ്റായ വിവരമാണോ എന്നറിയാൻ പോസ്റ്റ് സ്വയം പരിശോധിക്കുക. ആണെങ്കിൽ ആ കാര്യം ആദ്യം നിങ്ങളുടെ സുഹൃത്തിനെ നേരിട്ട് അറിയിക്കുക. ഇങ്ങനെ ഒരു വീഡിയോ അവർ പോസ്റ്റ് ചെയ്യാനുണ്ടായ സാഹചര്യം ചോദിച്ചുകൊണ്ട് തുടങ്ങാം. അവർക്ക് എവിടെ നിന്നാണ് ഈ വീഡിയോ കിട്ടിയതെന്ന് ചോദിക്കുക. അവർ പറയുന്ന കാര്യം ക്ഷമയോടെ കേൾക്കുക. നിങ്ങൾ അവരെ ജഡ്ജ് ചെയ്യുന്നു എന്നൊരു തോന്നൽ അവർക്ക് ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. മാന്യതയോടെ കേൾക്കുക. നിങ്ങളുടെ വികാരങ്ങൾ നിയന്ത്രിക്കുക. അവരുടെ കാഴ്ചപ്പാട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. സുഹൃത്ത് സംസാരിച്ചു കഴിഞ്ഞാൽ കേട്ട കാര്യം ഉറപ്പിക്കാൻ ഒന്നും കൂടെ ആവർത്തിച്ച് ചോദിക്കുക. ഇനി തനിക്കറിയാവുന്നത് പറഞ്ഞോട്ടെ എന്ന് ചോദിക്കാം. സമ്മതം തന്നാൽ നിങ്ങളുടെ അഭിപ്രായം തുറന്നു പറയുക. തെറ്റായ വിവരങ്ങൾ ഷെയർ ചെയ്യുന്നതിലെ അപകട സാധ്യതകളെക്കുറിച്ച് സംസാരിക്കുക. തെറ്റായ വിവരങ്ങൾ തിരിച്ചറിയുക എന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് പറയുക. നിങ്ങൾ ഫാക്ട് ചെക്ക് ചെയ്യുന്ന രീതി സുഹൃത്തിന് പറഞ്ഞു കൊടുക്കാം. ഈ 3 ചോദ്യങ്ങൾ ഉപയോഗിച്ച് വിവരങ്ങൾ പരിശോധിക്കാൻ ശ്രമിക്കുക. ആരാണ് ഈ വീഡിയോയ്ക്ക് പിന്നിൽ? അതിൻ്റെ അടിസ്ഥാനം എന്താണ്? ഇതേക്കുറിച്ച് വാർത്താ സോഴ്സുകൾ എന്താണ് പറയുന്നത്? തുടർന്ന് ഈ ഫാക്ട് ചെക്കിംഗ് രീതി മറ്റുള്ളവർക്ക് കൂടി പറഞ്ഞു കൊടുക്കാൻ സുഹൃത്തിനെ പ്രോത്സാഹിപ്പിക്കുക. നമ്മൾ ഓൺലൈനിലൂടെ അറിയുന്ന വിവരങ്ങളുടെ ഗുണമേന്മ യഥാർത്ഥ ജീവിതത്തിൽ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളെ നേരിട്ട് ബാധിക്കുന്നതാണ്. ഓൺലൈനിൽ കാണുന്ന എല്ലാ കാര്യങ്ങളും അതേപടി ഷെയർ ചെയ്യാതെ ഫാക്ട് ചെക്ക് ചെയ്യുമ്പോഴാണ് നിങ്ങൾ ഉത്തരവാദിത്തം നിർവഹിക്കുന്നത്. അതിലൂടെ നിങ്ങളെയും മറ്റുള്ളവരെയും സംരക്ഷിക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത്.